നമസ്കാരം. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് സിനിമ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള സിനി സയ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി, എന്തൊക്കെയുണ്ട് പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യാം? തീർച്ചയായിട്ടും പുതിയ വിശേഷങ്ങളെന്ന് പറയാൻ വേണ്ടി ഞാൻ 1.5 വർഷമായിട്ട് ബ്രേക്കായിരുന്നു. കാരണം അത് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിനിമയും സീരിയലും ഞാൻ വിട്ടുനിന്നു. ഇപ്പോൾ അമ്മ മരണപ്പെട്ടിട്ട് 3 മാസം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ച് 45-ൻ്റെ അന്ന് എനിക്ക് ചെറുതായിട്ട് വീണ്ടും വർക്കുകൾ വന്നു തുടങ്ങി. ഞാനിപ്പോൾ 2 സിനിമ ചെയ്തു. ചെറിയ ബഡ്ജറ്റിൻ്റെ ആണ് എങ്കിൽ പോലും 2 വർക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ 2 വലിയ പടത്തിന് കമ്മിറ്റ്മെൻ്റ് ആണ്. പിന്നെ സീരിയൽ ഇപ്പോൾ വീണ്ടും ഞാൻ സീരിയലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ബ്രേക്കിന് ശേഷം ഇപ്പോൾ കൗമുദി ചാനലിൽ വസുധ എന്ന ചെറുതായിട്ട് മുഖം കാണിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂറ്റി ആണ്, നോക്കാം. ഇതെങ്ങനെയാണ് ഈ നാടകത്തിലേക്ക് ഒക്കെ എങ്ങനെയാണ് വന്നതെന്ന് നമ്മളോടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ നാടകത്തിൽ വരാൻ കാരണം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ ഇടയിൽ എനിക്ക് 4 പിള്ളേരാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികളെ എങ്ങനെ വളർത്തുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് അമ്മ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് അത് കേസാവത്തില്ല. എൻ്റെ 14 വയസ്സിലാണ് വിവാഹം. 16ാമത്തെ വയസ്സിൽ അമ്മയായതാണ്. അപ്പോൾ 4 പിള്ളേരുണ്ട്. അപ്പോൾ 4 മോളാണ്. ഈ സമയത്ത് ഞങ്ങളുടെ വീട്ടിനടുത്ത് എൻ്റെ കൂടെ കുഞ്ഞിലെ പഠിച്ച എൻ്റെ കൂട്ടുകാരൻ, കളിക്കൂട്ടുകാരൻ, അവർ നാടകത്തിൽ, പള്ളിയുടെ നാടകം, ആ നാടകത്തിൽ വന്നിട്ട് ഇവരിങ്ങനെ ഒരു കുട്ടി മിസ്സായി അഭിനയിക്കുന്ന സമയത്ത് അവർ വേറെ ഒരു പ്രേമിച്ചത് വേറെ വിവാഹം കഴിച്ചു പോയി. അപ്പോൾ അവിടെ ഒരു നായികയുടെ ആവശ്യം വന്നു. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്കറിയില്ല അഭിനയം എന്തെന്നറിയില്ല, ഇല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവർക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പ്രത്യേകിച്ച് കുട്ടികളുള്ളവർക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ധാരണയായിരുന്നു. പക്ഷേ അവർ വന്നിട്ട് എന്നോട് സംസാരിച്ചു. ഞാൻ തമാശയ്ക്കാണ് അവനോട് പറഞ്ഞത്, എടാ ഒരു പെൺകുട്ടിയുണ്ട് ഇതിന് അഭിനയിക്കാൻ, പക്ഷേ വിവാഹം കഴിഞ്ഞ് 4 പിള്ളേരായിപ്പോയി, അത് മതിയോന്ന് കേട്ട് കളിയാക്കിയതായിരുന്നു. പക്ഷേ അവനത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് പള്ളിയിലെ ഫാദറോട് പറഞ്ഞു. അങ്ങനെ പള്ളിയിലെ ഫാദറും കുറച്ച് ആൾക്കാർ വന്ന് എന്നെ അങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ എന്നിട്ടും വിചാരിച്ചു ഇതെനിക്ക് പറ്റുന്ന കാര്യമല്ലല്ലോ, ഇവർ ഒഴിവാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നോട് വെച്ച് എത്ര രൂപയാ മോക്ക് വേണ്ടേ, അമച്വർ നാടകമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 5000 രൂപ വേണം. കാരണം അന്ന് എനിക്ക് 5000 രൂപ വലുതാണ് എൻ്റെ പിള്ളേരെ സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ അവർ ഞാൻ പറഞ്ഞ ഉടനെ തന്നെ അവർ അഡ്വാൻസ് ആയിട്ട് ഒരു 3000 രൂപ എടുത്ത് തന്നു. എനിക്കത് ഭയങ്കര അത്ഭുതം, ഇത്രയൊക്കെ കിട്ടുമോ. തിരിച്ച് ഞങ്ങൾ 4 ദിവസമേ ഉള്ളൂ റിഹേഴ്സൽ പൂർത്തീകരിക്കണം, കാരണം ഡേറ്റ് അടുത്ത് പോയി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് തോന്നുന്ന ഭഗവാന്റെ കനിവായിരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ ഇടയിൽ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയെന്ന് വിചാരിക്കുമ്പോൾ ദൈവം കാണിച്ചെന്നൊരു വഴിയായിരിക്കാം. പക്ഷെ ഞാൻ 4 വേഷം ചെയ്തു. അതിൽ എനിക്ക് തോന്നണ ബ്രേക്ക്, നമ്മൾ ഇടവേള സമയത്ത് സിസ്റ്റേഴ്സൊക്കെ വന്നിട്ട് പള്ളിയുടേതാ എനിക്ക് ക്യാഷ് ഒക്കെ സന്തോഷം കൊണ്ട് തന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാലോ, ഇത് വച്ച് മുന്നോട്ട് പോയാലോ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വെച്ചിട്ട് നൃത്ത നാടകത്തിൻ്റെ ഒരു ഷിബു എന്ന് പറയുന്ന പുള്ളിക്കാരൻ വിളിച്ച് വന്നിട്ട് എനിക്ക് നൃത്ത നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, കാരണം അറിയില്ലല്ലോ, നമ്മളിത് പഠിച്ചെടുത്തു. അപ്പോഴവർ പറഞ്ഞു അഡ്വാൻസ് 25,000 തരാം. 25,000. അങ്ങനെ ഞാൻ പിന്നെ നല്ലൊരു കാര്യമല്ലേ, ഞാൻ അപ്പോൾ എനിക്കത് ഇത് കൊള്ളാം, ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇനി. അങ്ങനെ ഞാൻ നൃത്ത നാടകം ചെയ്തു. അതിലും നായികയായിരുന്നു. നൃത്ത നാടകത്തിനോടൊപ്പം തന്നെ പിന്നെ ഞാൻ പ്രൊഫഷണൽ നാടകം ചെയ്തു. അങ്ങനെ മുന്നോട്ട് വന്നു. പ്രൊഫഷണൽ നാടകം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ട്രാഫിക് പോലീസും വനിതാ കമ്മീഷൻ്റെ ഞാനൊരു ബോധവൽക്കരണ നാടകം 14 ജില്ലയിൽ 44 സ്ഥലത്ത് പ്രോഗ്രാം ചെയ്തു. ശ്രീമതി മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് പൊന്നാടയൊക്കെ കിട്ടി. എന്ന് പറയുമ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ഇതാണ് എൻ്റെ ആ അനുഭവങ്ങൾ. സിനിമയെ പറ്റി പറഞ്ഞാലോ? സിനിമയെ പറ്റി പറയാലോ. പക്ഷേ സിനിമയിൽ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി, ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, നാടകമായിരുന്നാലും നൃത്ത നാടകമായിരുന്നാലും ഒരു സമയം കഴിയുമ്പം പിന്നെ കഴിഞ്ഞു, അടുത്ത സീസൺ നോക്കിയിരിക്കണം. അപ്പോൾ ഞാൻ സീസൺ വരണം. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി എൻ്റെ ജോലികളൊക്കെ പറയുന്നതിൽ എനിക്ക് നടക്കിടില്ല. അപ്പോൾ ഞാനൊരു ഹോട്ടലിൽ നമ്മുടെ പാത്രം കഴുകാനെന്ന് തന്നെ പറയാം, വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ഞാൻ അങ്ങനെ പോയി. അവിടെ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് നമ്മുടെ ജീവിതത്തിൽ എന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്ന വ്യക്തി ആരെന്ന് കേട്ടാൽ ഞാൻ ഇന്നും പറയും നമ്മുടെ അനന്തപുരി സതീഷ് സാറ്. അന്ന് പുള്ളി ദൂരദർശനിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആ പുള്ളിക്കാരൻ പേരൂർക്കട, തിരുവനന്തപുരം പേരൂർക്കട വഴയിലയിൽ ഹോട്ടൽ ഗിൽവേ ഗാർഡൻ, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടെ പുള്ളി സ്ഥിരം വരുമായിരുന്നു. അതിൻ്റെ ഓണറിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ എന്നെ കണ്ടു. അപ്പം എന്നെ പാത്രം കഴുകുന്നിടത്തുനിന്ന് എനിക്കൊരു പ്രൊമോഷൻ കിട്ടി.
ഞാൻ വെയിറ്ററായി, വീട്ടിലായി. പിന്നെ ഞാൻ ബില്ലിംഗ് സെക്ഷനിലായി. ആഹാ. അങ്ങനെ ആ സമയത്ത് ഞാനൊരു ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ടായി. ഫുഡ് കഴിക്കാൻ പറ്റുന്നവർ പല തട്ടിലുള്ളവരാണല്ലോ. അതെ അതെ. അന്ന് ഭയങ്കര ഈ പേടിയും നാണക്കേടും ഒക്കെ ഉള്ളൊരു സമയമാണ്. ആ ടൈം. അങ്ങനെ ഞാൻ ഇത് അവിടെ നിന്ന് കളഞ്ഞു. അപ്പോൾ ഈ സാറ് ചോദിച്ചു, മോൾക്ക് സിനിമയിൽ മേക്കപ്പിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വരാൻ താല്പര്യമുണ്ടോ? അപ്പോൾ സിനിമാ ലോകം സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു മേഖല, അവിടെ കയറുക എന്ന് പറയണത്. അപ്പോൾ നമ്മൾ സാറേ എനിക്കൊന്നും അറിയില്ല, നീ ഒരു മേക്കപ്പിൻ്റെ അസിസ്റ്റൻ്റായിട്ട് രാജേശ്വരി എന്ന് പറയുന്ന അവരുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കീഴിൽ ഞാൻ മേക്കപ്പിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ശരിക്കും ഞാൻ ഈ നമ്മളെ ഇതില്ലേ സീരിയലിനാണ് വരുന്നത്. മന്ത്രി കൊച്ചമ്മ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ സെറ്റിലാണ് ഞാൻ ഫസ്റ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 2012 13 ആ കാലഘട്ടമാണ്. മുന്നോട്ട് പോകത്തേ ഉള്ളൂ, 11 12 ആയിരിക്കാം മേ ബി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് അതിനിടയിലും എനിക്ക് പിടിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഈ ടച്ചിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടച്ചപ്പ്, ഈ ടച്ചപ്പ് എന്ന് പറയണത് നമുക്ക് ചിലർക്ക് പറ്റത്തില്ല. നാട്ടിൻപുറത്ത് വളർന്ന ഒരു വ്യക്തിക്ക് പോയി ഇതിനിടയിൽ കൂടെയൊക്കെ പിള്ളേർ കളി പറയും, അതൊക്കെ ഒരു അറിയാമല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ഈ ഫീൽഡ് വിട്ടു, വീണ്ടും ബുദ്ധിമുട്ടായി. ഈ ബ്രേക്കിനിടയിൽ ഞാൻ നമ്മുടെ തമിഴ്നാട്ടിൽ നമ്മൾ എൻ്റെ ബന്ധുക്കളൊക്കെ ഇച്ചിരി നല്ല ഇതില്ല, നമ്മൾ മാത്രം ഇങ്ങനെ എന്തോ സാഹചര്യം 5 വിരൽ 5 രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഇതായിപ്പോയി. അങ്ങനെ ഞാൻ നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരി എന്ന് തന്നെ പറയാം, ഒരു കൂട്ടുകാരേ ഉള്ളൂ, 10-20 വർഷത്തെ പരിചയമുള്ള, അവളുടെ കെയർ ഓഫിൽ അവളെ കൂടെ ഞാൻ നമ്മുടെ ശിങ്കാരി മേളം, പിന്നെ നമ്മുടെ അതുപോലെ ബാൻഡ് മേളം, പിന്നെ ഞാൻ ഈവൻ്റ്, പിന്നെ പുസ്തകം വിൽക്കാൻ സിസോയുടെ പിന്നെ സ്വർണ്ണം വെള്ളി മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തു. എനിക്ക് തോന്നണേ ഞാൻ എല്ലാ മേഖലയിലും വർക്ക് ചെയ്തു, ഫീൽഡ് വർക്കും എല്ലാം ചെയ്തു. വീണ്ടും എനിക്കൊരു അവസരം വന്നു, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വിളിച്ചു. അപ്പോൾ വീണ്ടും എവിടെയോ എനിക്കും സിനിമയിലൊരു മുഖം നമുക്ക് സ്വപ്നമാണല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കയറി വന്നു. പക്ഷേ അത് നമ്മുടെ മീര ജാസ്മിൻ്റെ ഒരു പടമാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ ചെയ്യുന്ന ആ ലേഡിയുടെ പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളിക്കാരത്തിയായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായി, കോർഡിനേറ്ററായിട്ട് പ്രശ്നമുണ്ടായി. പുള്ളിക്കാരത്തി ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുകയും മാനസികമായിട്ട് തന്നെ അവർ വിചാരിച്ചു എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല പാവമെന്ന് വിചാരിച്ചിട്ട് വേറൊരു പെൺകുട്ടി വന്ന് എന്നോട് സംസാരിച്ച കാരണം കൊണ്ട് പുള്ളിക്കാരത്തി എന്നെ മോശമായി സംസാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഫീൽഡ് എനിക്ക് പറഞ്ഞിട്ടില്ല, നമുക്ക് തൂമ്പായെടുത്ത് കളിക്കാനുള്ള ആരോഗ്യവും കൈകും ദൈവം തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ഈ ഫീൽഡ് എന്ന് പറഞ്ഞ് ഞാൻ അന്നൊരു വാക്ക് പറഞ്ഞു, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള പട്ടം ഇവിടെ അഴിച്ചു വയ്ക്കുവാണ്, പക്ഷെ ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് തിരിച്ചു വരും. അന്ന് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഈ കൊലമൊന്നുമല്ല. പിന്നെ ഞാൻ നേരെ പോയി മുടി സ്മൂത്ത് ചെയ്തു, കയ്യിലൊക്കെ പച്ച കുത്തി. അപ്പോൾ നമുക്കൊരു നമുക്ക് വേറെ എന്നറിയാം, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വലിയ എന്താ സംഭവമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഈ പച്ച കുത്തിയത് ഇപ്പം നമുക്ക് പ്രശ്നമാണ്. ഈ ചെറിയ ബ്ലൗസൊക്കെ ഇട്ടിട്ട് അഭിനയിക്കാനൊക്കെ പാടല്ല. അങ്ങനെ ഞാൻ വീണ്ടും കുറേ ബ്രേക്കിന് ശേഷം എനിക്ക് തോന്നുന്നു എന്നെ അറിഞ്ഞ് വിളിച്ച് തന്ന, ഞാൻ പിന്നെ നാടകം ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ നാടകം ചെയ്തു. ഈ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സമയത്ത് എനിക്ക് തോന്നണു എനിക്ക് ഈ ചാരിറ്റി അതുപോലെ സോഷ്യൽ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിലാണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വെറുതെ ഇരിക്കാനും പറ്റത്തില്ല, പിള്ളേർ 4 മോളാ, അവരെ നോക്കണ്ടേ. അപ്പം ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ച് എൻഗേജ്ഡ് ആയിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ അറിയാമല്ലോ നമ്മൾ മാനസികമായിട്ട് പ്രശ്നങ്ങൾ പോവും. ഇതിനിടെ ജീവൻ കുറേ പോയി, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ. ഇതിനിടയിൽ പിന്നെ എനിക്ക് ഒരു സിനിമ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. 2016-17 ചെയ്യുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നേ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ എന്നുള്ളൊരു പടമാണ്. അന്ന് സന്ദീപാണ് അതിൻ്റെ ഡയറക്ടർ. നമ്മുടെ മുറ പടം എടുത്ത മുസ്തഫ സാറിൻ്റെ വൈഫായിട്ട് സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ ഒരവസരം കിട്ടി. എൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്യുന്നത് നീന കുറുപ്പൊക്കെ ഉണ്ട്. പക്ഷെ ആ പടം എന്തോ കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് കയറിയില്ല, ഫ്ലോപ്പായി. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നാടകം ചെയ്യുമായിരുന്നു. ആ നാടകത്തിനിടയിൽ ഞാൻ വീണ്ടും ഒരു വർക്ക് ചെയ്തു, നമ്മുടെ ഏഞ്ചൽസ് ഇന്ദ്രജിത്തിൻ്റെ പടം. അതിൽ ഞാൻ ജോയി മേത്തി സാറിൻ്റെ ഓപ്പോസിറ്റ് ഒരു സീൻ ചെറുത്. കാരണം നാടകത്തിനിടയിൽ നമുക്ക് കളഞ്ഞിട്ട് വരാൻ പറ്റില്ല. നാടകം 10-17 പേരുടെ അന്നമാണല്ലോ. അത് മാത്രമല്ല പ്രൊഫഷണൽ നാടകമാകുമ്പോൾ നമുക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ, വോയിസ് ഒറിജിനൽ. അങ്ങനെ ഞാൻ വീണ്ടും നാടകവും പിന്നെ ചെറിയ ചെറിയ സിനിമ, പിന്നെ ഞാൻ സീരിയലുകൾ ചെയ്തു തുടങ്ങി, ചെറിയ ചെറിയ സീരിയൽ ചെയ്തു. പിന്നെ കുറച്ച് ബ്രേക്കിന് ശേഷം ഞാൻ ചെയ്ത ഒരു വർക്കാണ്
മീനാക്ഷി കല്യാണം, മഴവിൽ മനോരമയിൽ മീനാക്ഷി കല്യാണം. അതിൽ അതിൽ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. 200 എപ്പിസോഡ് ചെയ്തു. അത് കണ്ടിട്ട് കോഴിക്കോട് വെച്ചിട്ടും കൊച്ചിയിലും എനിക്ക് 2 അവാർഡ് കിട്ടി. അവരുടെ എനിക്കത് ഭയങ്കര ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറിയാണ്. മാത്രമല്ല ഒരു അനുഭവം കൂടെ അല്ലേ. നമ്മളൊരു ഒന്നും അല്ല, സിനിമ എന്തെന്ന് പോലും അറിയാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ട് നമുക്കിങ്ങനെയൊക്കെ ഒരു സീരിയലിലൊക്കെ ഇങ്ങനെ വരുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാതിരുന്ന സമയത്തും സീരിയൽ ചെയ്തു. പിന്നെ ഞാൻ സൂര്യയിൽ കനൽപ്പൂവ് ഇങ്ങനെ ചെയ്തു. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിനിടയിൽ തന്നെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എൻ്റെ വഴികൾ ഇതിനിടെ ഞാൻ ഗൾഫിൽ പോയി കേട്ടോ, ഇതെല്ലാം കളഞ്ഞിട്ട്. അങ്ങനെ പോയി, ഗൾഫിലും പോയി കഷ്ടപ്പെട്ട് ഇതായി. പിന്നെ ഞാൻ അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുവെങ്കിലും പിന്നീട് ഞാൻ ഇംഗ്ലീഷൊക്കെ കുറച്ചൊക്കെ അങ്ങ് പഠിച്ചിട്ട് ഫ്രണ്ട് ഓഫീസിൽ റിസപ്ഷനിൽ പോയി. പിന്നെ അവിടെ വെച്ചൊരു ആക്സിഡൻ്റ് ആയിട്ട് വീണ്ടും ഒരു ബ്രേക്കായി തിരിച്ചു വരേണ്ടി വന്നു. ഇതിനിടയിൽ അമ്മയ്ക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പം നീണ്ട പ്രശ്നങ്ങളിൽ കൂടെ അങ്ങ് പോയി. ഇതിനിടെ പിള്ളേരെല്ലാം വളർന്നു. ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇതെല്ലാം സ്റ്റോപ്പാക്കി ഒരു ഷോപ്പിട്ടു. ഷോപ്പിൻ്റെ പുറകെ പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മുടി ഡൊണേറ്റ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ക്യാൻസർ പേഷ്യൻ്റ്, ഇത് 3ാമത്തെ പ്രാവശ്യമാണ് മുടി ഡൊണേറ്റ് ചെയ്തു. ഇങ്ങനെ ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും. ചേച്ചിയുടെ ഇന്റർവ്യൂ അല്ലോ, നമുക്ക് 2 ചോദിക്കണല്ലോ. ചേച്ചിയുടെ ഹേമ കമ്മീഷൻ എന്ന് ചോദിച്ചേ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ ചേച്ചി, കുറച്ചായെങ്കിലും അതിനെപ്പറ്റി ചേച്ചിയുടെ മോശം അനുഭവങ്ങൾ അതിനെപ്പറ്റിയൊക്കെ പറയണം അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ്. ഉള്ളത് മുഖത്ത് നോക്കി പറയും, അത്രേ ഉള്ളൂ. അതിൽ ഈ ഒരു പ്രശ്നം വന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ എൻ്റെ ചോദ്യത്തിലുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ ഇടുമെന്ന് വിചാരിച്ച കാര്യമാണ്. പക്ഷെ ഓരോരോ കാരണങ്ങൾ കൊണ്ടും എൻ്റെ തിരക്ക് കാരണവും അത് ബ്രേക്കായതാണ്. പക്ഷെ എന്തായാലും ചോദിച്ചത് നല്ലതായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊരു പെണ്ണുങ്ങളാണ്, ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരും ജീവിക്കാനുണ്ട്, അവർ കഷ്ടപ്പെടുന്നവരാണ്. ഇപ്പോൾ ഞാനിപ്പം സിനിമയിൽ അഭിനയിക്കുന്ന എൻ്റെ അഭിനയത്തിനിടയിൽ ഇപ്പോൾ അതിൽ പറയുന്നത് ആരെങ്കിലും നമ്മളോട് മോശമായിട്ടുള്ള രീതി ചോദിച്ചോ എന്നുള്ളതാണ് അല്ലേ? അതല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് വില്ലിങ് ആവാം. എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ വില്ലിങ് ആവേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഇവരെല്ലാവരും പ്രതികരിച്ചപ്പോഴും എനിക്ക് തോന്നിയ എനിക്കതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ ഭാഗത്തു നിന്നാണ്, എൻ്റെ ചിന്താണ്. ഇവരായി തെറ്റ് സംഭവിച്ചപ്പോൾ ഇവർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർക്ക്, എനിക്ക് തോന്നുന്നത് ഇവർക്ക് കുറച്ച് പൈസ കിട്ടുമെന്നോ ഇല്ലെങ്കിൽ ഇവരുടെ അഭിനയിച്ച് ഇവരുടെ ആ ഒരു ഇത് കഴിയുമല്ലോ. നമുക്കിപ്പോൾ എന്നും എല്ലാവരും അവസാനം വരെ ഞാൻ തന്നെ ഇങ്ങനെ ഇരിക്കത്തില്ല. പെട്ടെന്ന് വളരാൻ വേണ്ടി ഇവർ ചിലപ്പം വില്ലിങ് ആയി കാണും. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ മാത്രമാണോ പ്രശ്നം? അല്ല, സീരിയൽ രംഗത്തുണ്ട്, പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലുണ്ട്, ബസ്സിലുണ്ട്. പക്ഷേ പണ്ടത്തെ കാലമല്ല, പ്രതികരണ ശേഷി കൂടുതലുള്ളതാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർ. അപ്പോൾ ഇവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇനി ഇതൊന്നും വേണ്ട, ഇവർക്ക് പരസ്യമായിട്ട് പ്രതികരിക്കാൻ പറ്റിയില്ല. ഇന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് രഹസ്യമായിട്ട് ജഡ്ജിക്ക് ഇത് കൊടുക്കാം, നമുക്ക് നമ്മുടെ മൊഴി കൊടുക്കാം. പിന്നെ രാത്രിയാണ് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെ രാവിലെ എന്തായാലും പൂട്ടിയിടുന്നില്ലല്ലോ. ഇവർ പിന്നെ എന്തിനാ പടങ്ങളിൽ ഇവർ അഭിനയിച്ചു? പിന്നെ അതൊരു സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ പിന്നീട് പൈസ ചോദിച്ചു കുഞ്ഞിന് വേണ്ടി, തന്നില്ലാന്ന്. അപ്പോൾ തന്നില്ലാത്തത് കൊണ്ടാണ്. തന്നിരുന്നെങ്കിൽ നിങ്ങൾ പ്രതികരിക്കില്ലായിരുന്നു. ഇതിനകത്ത് സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയും തെറ്റുമുണ്ട്. നീ പോയി പെട്ടിട്ട് പിന്നെ നീ കുറ്റം പറയണതിനോട് അർത്ഥമില്ല. മേലോട്ട് നോക്കി തുപ്പുമ്പം സ്വന്തം മുഖത്താണ്. അന്ന് നിങ്ങൾ പ്രതികരിക്കാത്ത നാണക്കേടുണ്ട്. ഇന്ന് നിങ്ങളുടെ കുടുംബവും മക്കളും എല്ലാവരും അറിഞ്ഞില്ലേ? ഇപ്പം നാണക്കേടില്ലേ? എടാ, നല്ല ചങ്കുറപ്പുള്ള പിള്ളേർ ഒരു ദിവസം ജനിക്കുന്നു, ഒരു ദിവസം മരിക്കുന്നു. അപ്പം നിങ്ങൾ അന്ന് പ്രതികരിച്ചിട്ട് ഇത് വേണ്ട എന്ന് വെച്ച് പോകത്തത്. പിന്നെ എനിക്ക് അനുഭവം ഉണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ എനിക്ക് അഭിനയം കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിക്കും. ഇത്രയും കഷ്ടപ്പെട്ടൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നുണ്ടോ? പറ്റും. പക്ഷേ അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നാൽ ഈ ഇടക്കാലങ്ങളിൽ ചെറിയ 2-3 ഈ പൊട്ടന്മാരുണ്ടല്ലോ, ഈ ഇപ്പോൾ വരുന്ന കുറേ പ്രൊഡക്ഷൻ കൺട്രോൾ പയ്യന്മാർ 2 പേര്, ചേച്ചി ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിലെടുത്ത് പറഞ്ഞു, ഹേമ കമ്മീഷന്റെ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു വഴി കൂടെ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ അവന് പേര് പറയാൻ ആഗ്രഹിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, ജീവിച്ചു പോട്ടെ. അതിനുള്ള എനിക്ക് മറുപടി പറയാനുള്ള കഴിവുണ്ട്. ഇപ്പം എന്നെ ഇപ്പോൾ ഇയാൾ എന്നെ മോശമായി പറഞ്ഞ് ഞാൻ അപ്പം പ്രതികരിക്കണം എന്നോട്.
അതെല്ലാം കഴിഞ്ഞ് നിനക്കൊരു കുടുംബമായി നീ വയസ്സായ കാലത്ത് ഞാൻ വന്ന് പ്രതികരിക്കുന്നതിൽ അർത്ഥമില്ല, അതിലർത്ഥമില്ല. ശരിയാ. അല്ലേ? അപ്പോൾ ഇതാണ് ഇതിനകത്ത് നടന്നത്. വാങ്ങേണ്ടതെല്ലാം വാങ്ങി, ഇല്ലെങ്കിൽ ചെറിയ മീനിട്ട് വലിയ മീനിനെ പിടിക്കുന്നെന്ന് പറഞ്ഞ പോലെ ഇവരിളകുമ്പോൾ വലിയ ആൾക്കാരുണ്ടെങ്കിൽ, സിനിമ ഫീൽഡല്ലേ, ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാം രഹസ്യമായിട്ട് പൈസ തരട്ടെ എന്ന് കരുതിയും ആയിരിക്കാം. അതിൻ്റെ എത്രമാത്രം സത്യാവസ്ഥ എന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും വലിയ അനുഭവങ്ങളൊന്നും ദൈവം സഹായിച്ചില്ല. അനുഭവം വന്നാൽ ഞാൻ നല്ല പ്രതികരിക്കുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയെങ്കിൽ അത് ഞാൻ പറയേണ്ട കാര്യമില്ല, സ്വന്തം പല്ല് കുത്തിയിട്ട്.